ساق بلا قدم كأنما سترت سطرا لما كتبت فروعها من بديع الخط في اللقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مثل الغماماتها نسار سائرة تقي سل الهاجر هميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവോർക്കണം കർമ്മമേറെ ചെയ്തിടാൻ ഖൽബിൽ മുസല്ല വിരിക്കണം ഖബറിലെത്തും മുമ്പ് ഈമാൻ കതകമെല്ലെ തുറക്കണം കലിമ ചൊല്ലി തിരിക്കണം ഈ യാത്ര സഫലമാക്കണം മൂന്ന് തുണിയിലുറക്കി നിന്റെ മേനി ഖബറിലിറക്കുമേ മൂടുമിരുളിൻ ഭീതി തൻ ചളി മണ്ണിലായി കവിൾ ചേർക്കുമേ മണ്ണ് വാരിയെറിഞ്ഞ് പിരിയും സ്നേഹിതർ വിലപിക്കുമേ കണ്ണുനീരറിയാതെ കവിളിൽ ചേർന്ന് ചാലിട്ടൊഴുകുമേ നന്മയാൽ കഴിയേണ്ട വീടാ നല്ലോ ദുനിയാവോർക്കണം കർമ്മമേറെ ചെയ്തിടാൻ ഖൽബിൽ മുസല്ല വിരിക്കണം വേഷമില്ലാലേശവും അതിഭീകരാവിശേഷമാ വാശിയാണാമേനിയിൽ പൂഴുക്കളും അതിഘോഷമാ ആശയം തൗഹീദുറച്ചവസാന ശാശ്വതമാകുവിൽ ആശ്രയം മഹദേകുമേ തുണ ശാശ്വതം അരുളിടുമേ കണ്ണടച്ചാൽ ഏഴുവാനമേറി റൂഹ് ചിരിക്കണം കൺതുറന്നതിനായി ഏറെ കരുതലോടെ ചലിക്കണം ധർമ്മവും അധർമ്മവും തിരിച്ച വേദവചസ്സുകൾ മർമ്മമാശികയന്തിരുളിൻ ഇടറിടാതെ ഗമിക്കണം നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവോർക്കണം കർമ്മമേറെ ചെയ്തിടാൻ ഖൽബിൽ മുസല്ല വിരിക്കണം ഖബറിലെത്തും മുമ്പ് ഈമാൻ കതകമെല്ലെ തുറക്കണം കലിമ ചൊല്ലി തിരിക്കണം ഈ യാത്ര സഫലമാക്കണം ഉമ്മത്ത് സയ്യിദുനാ മുഹമ്മദ് സ്നേഹദരവുകൾ നിറഞ്ഞ അഭിവന്യരായ ഉസ്താദുമാരെ രക്ഷിതാക്കളെ യുവാക്കളെ സുഹൃത്തുക്കളെ ഉമ്മബന്ധന്മാരെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥിനികളെ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടി
പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ വീണ്ടും ഒരു മതവിജ്ഞാന സദസ്സിന് സാക്ഷികളാവുകയാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ. ഇവിടെ ചർച്ച ചെയ്യുന്ന ഇൽമുകളും പരിശുദ്ധമായ ഖുർആനും തിരുഹദീസുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിതം ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ നാഥനായ റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ അടക്കമുള്ള കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആനന്ദത്തിലും ആക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പാണ് നമ്മൾ പാപം പൊറുപ്പിക്കാനുള്ള വഴികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇസ്തിഗ്ഫാറിന്റെ മഹത്വം എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം വഴികളിലൂടെയാണ് നമ്മൾ പാപം പൊറുപ്പിക്കേണ്ടത് എന്ന വിഷയത്തെ ചർച്ച ചെയ്തപ്പോൾ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട ചില ടച്ചിങ് പോയിന്റുകൾ നമ്മൾ നടത്തിയെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പാപം പൊറുപ്പിക്കലിൽ മാത്രം ഒതുക്കി നിർത്തി അന്ന് നമ്മൾ സംസാരിച്ചു. എന്നാൽ അത് മാത്രമല്ല, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ പലയിടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആമുഖങ്ങളൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു നൂഹിൽ 10, 11, 12 ആയത്തുകളിൽ വളരെ വിശദമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ജനതയോട് കാലങ്ങളോളം ദഅവത്ത് നടത്തിയിട്ടും വേണ്ടതുപോലെ അതിനൊരു റിസൾട്ടും ഇല്ലാതെ വന്നപ്പോൾ അവരുടെ അരുതായ്മകളും അവരുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപമോചനം തേടാൻ പറയുന്ന ഒരു പ്രത്യേകമായ മേഖല തന്നെ സൂറത്തു നൂഹിൽ 10-ാമത്തെയും 11-ാമത്തെയും 12-ാമത്തെയും ആയത്തെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, അങ്ങയുടെ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കുക അവനോട് അല്ലാഹുവിലേക്ക് പാപമോചനം തേടാൻ. നേരത്തെ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഇത് അല്ലാഹുവിന്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ സമുദായത്തോട് പറയുന്ന ഒരു സന്ദർഭമാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു നൂഹിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്, ഫഖുൽതു, ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് അവിടുത്തെ ജനതയോട്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം നടത്തുക, അസ്തഗ്ഫിറുല്ലാഹ് പറയുക. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം നടത്തുമ്പോ, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുമ്പോ നിശ്ചയമായും അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തു നൂഹിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാൻ കൽപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്, നമ്മൾക്കും വേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ മുഴുവനും പൊറുപ്പിക്കപ്പെടാൻ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് പാപമോചനം തേടലാണ്. ആ പാപമോചനം തേടുക വഴി നമ്മുടെ തെറ്റുകൾ പൊറുക്കുക മാത്രമല്ല, ഒരുപാട്
അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആ ഇസ്തിഗ്ഫാർ കാരണമാകുമെന്ന് തുടർന്നുള്ള ആയത്തിലൂടെ അല്ലാഹു പറയുന്നു. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറാ, ആ പാപമോചനം നിങ്ങൾ തേടുക വഴി അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുമ്പോ യുർസിലിസ്സമാ, ആകാശത്തിൽ നിന്ന് വർഷിക്കും, അലൈഹിം മിദ്റാറാ, നിങ്ങളുടെ മേലിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മഴ വർഷിക്കണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ ചൊല്ലലോടുകൂടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാൻ പോകുന്ന പാപങ്ങളും കഴിഞ്ഞുപോയ പാപങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട് എന്ന് അവിടുത്തെ തിരു ഹദീസുകളിലൂടെ വളരെ വ്യക്തമാണ്. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും ഒരു ദിവസത്തിൽ 70 തവണ അതല്ല 100 തവണ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വലംതു സുന്നത മൻ അഹ്യല്ലനാ അനിഷ്തകത ഖാദമാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാരുമില്ലാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിശയുടെ നിശബ്ദതയിൽ എണീറ്റ് നിന്നുകൊണ്ട് വുദൂ ചെയ്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണ്. ഏതുവരെ അവിടുത്തെ കാലിൽ നീര് വന്ന് കെട്ടുന്നത് തരത്തിലുള്ള നമസ്കാരം നമസ്കരിക്കുന്ന ഭാഗമാണ് ഇമാം ബൂസൂരി തങ്ങൾ അവിടുത്തെ ബുർദായിലൂടെ പഠിപ്പിക്കുന്നത്. വലം തു സുന്നത മൻ അഹിയല്ലനാ അനിഷ്തഖത് ഖാദമാ സാഹിത്യത്തോടെ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞു തരുന്നതെന്താ? 2 കാലും പരാതി ബോധിപ്പിച്ചു മുത്തുനബിയോട്. അതായത് അത്രമേൽ കാലുകൾക്ക് ബലഹീന സ്വാധീനം കുറയുന്ന രൂപത്തിൽ മുത്തുനബിയോട് 2 കാലുകൾ നീര് വന്ന് കെട്ടുക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാരും അറിയാതെ, ഭാര്യമാരറിയാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ എന്റെ റബ്ബും ഞാനും മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള ചിന്തയിൽ ഹബീബായ മുത്തുനബി അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലാണ്. കാലുകൾ പറയാൻ തുടങ്ങി, കാലുകൾ പരാതി ബോധിപ്പിക്കാൻ തുടങ്ങി ഹബീബായ മുത്തുനബിയോട്. നബിയേ, അങ്ങയുടെ കാലുകളിൽ നീര് വന്ന് കെട്ടിയിരിക്കുകയാണ്. ഇത് കണ്ട പ്രിയ ഭക്തികൾ ചോദിച്ചു, അല്ലയോ നബിയേ, എന്തിനാണ് അങ്ങ് ഇത്ര കഷ്ടപ്പെടുന്നത്? എന്ത് കാര്യത്തിനാണ് അങ്ങ് ഇത്ര വേദനാദിയും ആവലാദിയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും സഹിച്ചുകൊണ്ടിങ്ങനെ നിസ്കരിക്കുന്നത്? അങ്ങേക്ക് വരാൻ പോകുന്ന പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ. ഇനി വരാൻ പോകുന്നതും കഴിഞ്ഞുപോയ പാപങ്ങളും ജഗനിയന്താവായ റബ്ബ് തആല പുറത്തു തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇത്രമേൽ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫലാ കൂന അബ്ദൻ ശകൂറാ, എന്റെ പടച്ചറപ്പ്, എന്റെ അല്ലാഹു എനിക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലുമുള്ള സർവ്വമാനവരാധങ്ങളും എനിക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്ന് ദുനിയാവിന്റെ മുകളിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വിഷയത്തിന്റെ റബ്ബിനോട് നന്ദി കാണിക്കേണ്ട അടിമയല്ലയോ എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. പ്രിയ
പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, പ്രിയപ്പെട്ടവരെ നമ്മുടെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. ആ ഹബീബായ മുത്തുനബി പോലും ഒരു തെറ്റുകളില്ലാത്ത പരിപൂർണ മനുഷ്യമായ എല്ലാ തെറ്റുകളിൽ നിന്നും അല്ലാഹു പാപസുരക്ഷിതരാക്കിയ അമ്പിയാക്കളുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഹബീബായ മുത്തുനബി ഒരു ദിവസം 100 തവണ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നെങ്കിൽ ഇസ്തിഗ്ഫാർ വെറും പാപം പൊറുപ്പിക്കൽ മാത്രമല്ല, നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നേടിയെടുക്കണോ, എന്തെല്ലാം അല്ലാഹുവിൽ നിന്ന് നമുക്ക് ചോദിക്കാനുണ്ട്, അത് മുഴുവനും ചോദിക്കുമ്പോ അല്ലാഹു വ്യക്തമായി അതിന് മറുപടി പറയാൻ പോലും, മറുപടി തരാൻ പോലും പോലെ നമ്മുടെ ദുആഇന് പരിപൂർണ്ണമായ ഇജാബത്ത് ലഭിക്കാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലാണ് ഏറ്റവും നല്ലതെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണേ, അവർ അല്ലാഹുവിനോട് പാപമോചനം നടത്തണേ, എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഒന്നാമത്തെ റിസൾട്ട് 2 പറയുകയാണ്, വയുർസിലി സമാ അലൈക്കും മിദ്റാറാ, വറ്റിവരണ്ട ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന അനുഗ്രഹമാകുന്ന മഴ നിങ്ങളിലേക്ക് വർഷിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. പിന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞിരുന്നു, വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതി വയജ്അൽ ലക്കും അൻഹാറാ. ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇസ്തിഗ്ഫാർ കൊണ്ട് പാപം പൊറുക്കൽ മാത്രമല്ല, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ വയുംദിദുകും ബിഅംവാൽ, ഒരു മനുഷ്യൻ അവന്റെ ദൈനംദിനം ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായി അവൻ കാണുന്ന അവന്റെ സമ്പത്തുണ്ടല്ലോ, അവനക്ക് സമ്പത്ത് ലഭിക്കണമെങ്കിൽ ഹലാലായ രൂപത്തിൽ അവനക്ക് മതിയാകും വിധം സമ്പത്ത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ എന്താണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കണമെങ്കിൽ, ഈ ദുനിയാവിന്റെ ഭൂമുഖത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ ദുന്യവിയായ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കണം. അതിൽ മർമ്മപ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് നേടിയെടുക്കുന്നത് കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് എതിരല്ല, പരിശുദ്ധമായ ശരീഅത്ത് എതിരല്ല. പക്ഷേ വ്യവസ്ഥകളുണ്ട്. ഹലാലിൽ നിന്നായിരിക്കണം നേടിയെടുക്കേണ്ടത്. ഒരു ഹറാമിന്റെ നയാരൂപ പോലും നമ്മുടെ സമ്പത്തിലേക്ക് വരാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കാഴ്ചപ്പാടാണ്. അങ്ങനെ എങ്ങാനും ഒരു നയാരൂപ പോലും, ഒരു നയാ പൈസ പോലും നമ്മുടെ സമ്പത്തിലേക്ക് കടന്നു വന്നാൽ നാളെ പടച്ചവൻ പിന്നെ മുമ്പിൽ ചെല്ലുമ്പോ ഇത് എങ്ങനെയാണ് നീ നേടിയെടുത്തതെന്ന് ചോദിച്ചുകൊണ്ടല്ലാതെ കോടാനക്കോടി വരുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച കാൽപ്പാടങ്ങൾ മുന്നോട്ട് വെക്കാൻ റബ്ബ് തആല അനുവദിക്കുകയില്ല എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ഭൂമിയിൽ നമുക്ക് വസിക്കണമെങ്കിൽ, ദുന്യവിയായ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, കുടുംബം ഭദ്രമായി നോക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ്. ആ സമ്പത്ത് ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ يرسل السماء عليكم مدرارا ويمددكم بأموال. അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നേടിത്തരണമെങ്കിൽ അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണേ. വെറും സമ്പത്തിന്റെ കാര്യം മാത്രമല്ല, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ മക്കളുണ്ടല്ലോ, അത്
അതല്ലെങ്കിൽ വൈവാഹിക ജീവിതം കഴിഞ്ഞുകൊണ്ട് ഇതുവരെയും ഒരു സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് അൻസ്വാരിയായ ഒരു സഹാബി വന്ന് പരാതി പറയുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ അടുക്കലേക്ക് അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബി കടന്നു വരുന്നു. എന്നിട്ട് നബിയോട് ആ സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലോകത്തിനാകമാസകരം റഹ്മത്തായി വന്ന പ്രവാചകരെ, എന്റെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളമായിട്ടുണ്ട്. ഇന്നേ വരെ എനിക്കൊരു സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടില്ല നബിയേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ ചത്തിലാത്ത ദ്വീപിലെ എന്റെ സഹോദരന്മാരെ, എന്റെ സഹോദരിമാരെ, ശ്രദ്ധയോടെ കേൾക്കണം. വൈവാഹിക ജീവിതം കഴിഞ്ഞ് വർഷങ്ങളോളമായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യമില്ലാത്ത ദമ്പതിമാരുണ്ടെങ്കിൽ കേൾക്കണേ ഉമ്മ, അവരുടെ വിഷമം എത്രയായിരിക്കും, അവരുടെ നൊമ്പരം എത്രയായിരിക്കും, അവരുടെ പെൻഷൻ എത്രയായിരിക്കും. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ചിലർക്ക് ആൺമക്കളെ നൽകും, ചിലർക്ക് വെറും പെൺമക്കളെ മാത്രവും നൽകും, ചിലർക്ക് ഞാൻ ആണും പെണ്ണും സമ്മിശ്രമായി നൽകും, ചിലർക്ക് ഞാൻ മക്കളെ കൊടുക്കൂല. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ മുത്തുനബിയുടെ അടുക്കൽ വന്നുകൊണ്ട് സ്വഹാബി ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തു റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, വന്ന സ്വഹാബിക്ക് മുത്തുനബി മറുപടി പറഞ്ഞു കൊടുക്കുന്നത്, എവിടെയാണ് നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന കാര്യത്തില്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന കാര്യത്തിൽ അത് അധികരിപ്പിക്കുന്ന അൻകസറത്തിൽ ഇസ്തിഗ്ഫാർ എന്നാണ് ഹദീസിന്റെ പ്രയോഗം. ഏതെങ്കിലും ഒരു ടൈമിൽ ഇരുന്നുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മാത്രമല്ല, മുത്തുനബി പറഞ്ഞത് അൻകസറത്തിൽ ഇസ്തിഗ്ഫാർ. സഹാബിയേ, സഹാബിയേ, നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നൂഹിലൂടെ പറഞ്ഞത് നിങ്ങൾക്ക് മക്കളെ വേണോ, നിങ്ങൾക്ക് സമ്പാദ്യം വേണോ, നിങ്ങളുടെ റബ്ബിന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണേ എന്ന് എന്നെയും നിങ്ങളെയും പടച്ചുകൊണ്ട് സർവമാന കാര്യങ്ങളും ഏറ്റെടുത്ത് നമ്മളുടെ വായുവും വെള്ളവും എല്ലാം ഏറ്റെടുത്ത് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ജഗനിയന്താവോ പറയുകയാണ്, എന്റെയും നിങ്ങളുടെയും യജമാനനാണ്. ഏത് കോലത്തിനാണ് ഒരു മനുഷ്യന്റെ സ്വഭാവ രീതിയുള്ളത്, അവൻ എന്തെല്ലാമാണ് പ്രവർത്തിക്കുക, അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, എല്ലാം അറിയുന്ന റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മൈക്ക് സെറ്റ് നിർമ്മിച്ച ആൾക്കറിയാം ഇതിന് ഏകദേശം എത്ര ഗ്യാരണ്ടി ഉണ്ടാകും, എത്ര വാട്ട് സൗണ്ട് അതിന് ഓപ്പൺ ചെയ്യാൻ കഴിയുമെന്ന്. അതിനപ്പുറത്തേക്ക് അത് പോയാൽ അതിന് മിസ്റ്റേക്ക് സംഭവിക്കും. ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവ ഉണ്ടാക്കിയതിന്റെ ആൾക്കറിയാമെങ്കിൽ നമ്മളുടെ സർവമാന കാര്യങ്ങളും അറിയുന്ന അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് സമ്പത്ത് വേണോ, നിങ്ങൾക്ക് സന്താനം വേണോ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തലാണ്. എന്നാൽ നിങ്ങൾക്ക് മഴ വർഷിക്കും.
നിങ്ങളുടെ സമ്പത്തിൽ എല്ലാവിധ ബറകാത്തുകളും നൽകുന്നതാണ്, നിങ്ങൾക്ക് മക്കളെ നൽകുന്നതാണ്. പറഞ്ഞു വരട്ടെ, സ്വഹാബി വര്യനോട് മുത്തുനബി പറഞ്ഞു കൊടുത്തത്, സ്വഹാബിയെ നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പിന്നെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും സന്താന സൗഭാഗ്യമില്ലാത്തവരുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ചോ, ഈ കാര്യം ചെയ്തോളൂ. ഉറപ്പാണ് പറയുന്നത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനല്ല, തമാശയ്ക്ക് പോലും കളവ് പറയാത്ത ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ പറയുന്നത് അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കൊണ്ട് അതിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല. ഇന്നുവയില്ല വഹിയുഹാ മാലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് വഹിയുമായി വരുന്ന വാചകങ്ങൾ എന്തൊക്കെയാണോ ആ പരിശുദ്ധമായ ഖുർആനിലൂടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ പറയുന്നത് സന്താന സൗഭാഗ്യത്തിന് ഭാഗ്യമില്ലാത്ത ആള് വന്ന് പരാതി പറയുമ്പോ ഈ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. രണ്ടാമത് പറഞ്ഞു സ്വദഖ, സ്വഹാബിയെ നിന്നെക്കൊണ്ട് കഴിയും വിധം നീ ദാനധർമ്മവും നടത്തണമെന്ന് ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, നിന്റെ മജ്‌ലിസിൽ വന്ന് തടിച്ചുകൂടിയ എന്റെ ജനങ്ങളെ, നമ്മളിവിടെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ പരിശുദ്ധമായ ദീനി സ്ഥാപനമായ നമ്മുടെ മദ്രസയിലേക്ക് കുട്ടികളെ ഇൽമ പഠിക്കുന്ന ആ മദ്രസയിലേക്ക് നമ്മൾ ലേലത്തിലൂടെ അതിന്റെ സാധനങ്ങൾ കൊണ്ടുവന്നും അത് വിളിച്ചെടുത്തും കൊണ്ട് നമ്മൾ എത്ര രൂപയാണ് സ്വതന്ത്ര നൽകുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ മാത്രമല്ല, ഒരു പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാത്രം വരുമ്പോഴോ പരിശുദ്ധമായ റമളാൻ ശരീഫ് കടന്നു വരുമ്പോഴോ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സ്വദഖ എന്നും ചെയ്യുകയും എന്നും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ അവനക്ക് മക്കളില്ലാത്ത ടെൻഷൻ ഇല്ലാതെയാകുമെന്ന് ഹബീബ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ. എന്നെ കൊണ്ടതിന് കഴിയില്ലല്ലോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളാൽ കഴിയുന്ന ഒരു സ്വതക്ക 10 രൂപയാണ് ഒരു ദിവസം നമുക്കൊരു പാവപ്പെട്ടവന് കൊടുക്കാൻ സാധിക്കുക. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിശുദ്ധമായ വിജ്ഞാന വേദികളിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിശുദ്ധമായ ശരീഅത്തിന്റെ ഇൽമ പഠിക്കുന്ന പിഞ്ചോമന